ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ന്യൂസുകളിലെല്ലാം കുഞ്ഞു കുട്ടികളെ പോലും ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയെന്ന ന്യൂസുകളാണ്. ഈ അടുത്ത ദിവസം തന്നെ ഒരു 8 വയസ്സുകാരിയെ സ്വന്തം പിതാവിൻ്റെ സഹോദരൻ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കി എന്നൊരു ന്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പല ന്യൂസുകളും നമ്മൾ ഇതുപോലെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ ആ കുട്ടി 2 വർഷത്തോളം ലൈംഗിക അതിക്രമത്തിന് ഇരയായി എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ. അപ്പോഴാണ് പുറംലോകം ആ ഒരു കാര്യം അറിയുന്നത്. അതിനു മുന്നേ വരും അതൊരു കൊലപാതകം, അമ്മ കൊലപ്പെടുത്തി എന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരുന്ന ന്യൂസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ അത് ലൈംഗികാതിക്രമത്തിന് ഇരയായി എന്നൊരു ന്യൂസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് 2 വർഷമായിട്ടും ഈ ഒരു കാര്യം പുറംലോകം അറിയാതിരുന്നത്? എന്തുകൊണ്ട് അതൊരു ന്യൂസ് ആയില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് അതൊരു കേസായില്ല, അങ്ങോട്ടേക്കൊന്നും പോവാത്തത് എന്തുകൊണ്ടായിരിക്കാം എന്നത് വളരെ പ്രസക്തിയാർന്ന ഒരു കാര്യമാണ്. സ്വന്തം അംഗൻവാടി ടീച്ചർ പോലും അത് മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് പറയുന്നത്. അംഗൻവാടി ടീച്ചറോട് ചോദിക്കുമ്പോൾ അംഗൻവാടി ടീച്ചർക്ക് ഇതൊന്നും തന്നെ അറിഞ്ഞിട്ടില്ല, കുട്ടി യാതൊരു തരത്തിലുള്ള ഒരു പ്രകടിപ്പിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ വളരെ ദയനീയമായൊരു സാഹചര്യമാണ്. കാരണം ചെറിയ കുട്ടികളെ പോലും ഇപ്പോൾ പീഡനത്തിനിരയാകുന്നവരൊക്കെ അത് തിരിച്ചറിയാനുള്ളൊരവസ്ഥ, അതെങ്ങനെയാണ് തിരിച്ചറിയേണ്ടത്, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഒരിക്കലും ഇത്തരത്തിൽ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ള കാര്യം മറ്റുള്ളവരോട് തുറന്നു പറയാനുള്ളൊരു, അതായത് കുട്ടികൾക്ക് അതിനുള്ളൊരു എന്താ പറയുക, ഒരു ബോധം വന്നിട്ടുണ്ടാവില്ല. അത്രയും ചെറിയ കുട്ടികളാണ്. അപ്പോൾ അവർക്ക് എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റുക എന്നുള്ളത് നമ്മളൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്ക്, അതായത് പാരൻസിന് എങ്ങനെ അത് മനസ്സിലാക്കിയെടുക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അതെങ്ങനെ, ഇപ്പോൾ സ്കൂളുകളിലാണെങ്കിലും ടീച്ചേഴ്സിനാണെങ്കിലും ഒക്കെ തന്നെ അതെങ്ങനെ മനസ്സിലാക്കി എടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ. ഇതിൽ പല സാഹചര്യങ്ങളുണ്ട്. ആദ്യത്തേത് കുട്ടികളായിട്ടൊന്നും പറയാറില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യമില്ല. അവർ സ്വയം ഇങ്ങനെ ശാരീരിക പീഡനത്തിനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വിധേയമാകുമ്പോൾ അവർ വിചാരിക്കുന്നത് സ്വന്തം വീട്ടിലെ ഒരാള് നമ്മളിങ്ങനെ എന്തോ ചെയ്യുന്നു, അവർക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലാവുന്നില്ല, എന്തോ ചെയ്യുന്നു എന്ന് മാത്രം അവർക്ക് അറിയാം. പക്വതയാവുമ്പോഴാണ് അവർ മനസ്സിലാക്കപ്പെടുന്നത്. അപ്പോൾ അവര് പിന്നീട് ആ ട്രോമയായാലും പിന്നീട് അത് കവർ ചെയ്തു വരാനും വളരെയധികം പാടായിരിക്കും. അപ്പൊ ആ ഒരു സാഹചര്യത്തിലൂടെ പോകുന്ന സമയത്ത് അത് മനസ്സിലാക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്കിപ്പോൾ പറയാൻ പോകുന്നത്. ഒരുപാട് ലക്ഷണങ്ങൾ, അതായത് നമുക്കാണെങ്കിലും കുട്ടികളിൽ നിന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ ശാരീരികമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ കുട്ടികൾ പ്രകടിപ്പിക്കുന്ന ചില കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇതിനെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ള കാര്യമാണ്. വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു ഇത്തരത്തിലുള്ള കേസുകളൊന്നും ഒരിക്കലും പുറം ലോകം അറിയുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുറം ലോകം അറിയുന്നില്ല. ഒരുപക്ഷെ പല സാഹചര്യങ്ങളും ഉണ്ടാവും. ഒന്നാമത് ഈ ഒരു കാര്യം പുറം ലോകം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു കുട്ടിയാണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിയാണെങ്കിലും എങ്ങനെയാണ് സമൂഹം നോക്കിക്കാണുന്നത് എന്നുള്ളൊരു കാര്യം വളരെ വലിയൊരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ വേറൊരു കാര്യം വെച്ചാൽ, ഇത് നമ്മൾ പുറം ലോകം അറിയാതെ മൂടപ്പെട്ട് വെക്കുകയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ മാനസികപരമായിട്ടാണെങ്കിലും ശാരീരികപരമായിട്ടാണ് അതിൻ്റെ ഒരു പ്രത്യാഘാതം നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും മിണ്ടാതിരുന്നാൽ ഒരിക്കലും ഈ ഒരു ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരിക്കലും കെട്ടടങ്ങില്ല എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കണം. എനിക്ക് തോന്നുന്നു അങ്ങനെ പറയാതിരിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് സ്വന്തം വീട്ടിൽ നിന്നാണെങ്കിൽ അയ്യോ വീട്ടുകാരാണ് അതെങ്ങനെ, ബാക്കിയുള്ളവർ അതെങ്ങനെ എടുക്കും, അല്ലെങ്കിൽ നമ്മൾ നിന്ന് കൊടുത്തിട്ടായിരിക്കണം അങ്ങനത്തെ നാണക്കേട് അല്ലെങ്കിൽ അങ്ങനത്തെ ചിന്തകൾ അങ്ങനെ കൂടുതലെടുക്കുമ്പോഴാണ് അവര് മൂടി വെക്കപ്പെടുന്നത്. പക്ഷെ അങ്ങനെ മൂടി വെക്കുമ്പോൾ നമ്മുടെ സ്വന്തമായിട്ടുള്ള ആ ഒരു എന്താ പറയാ പ്രൈവസി, അല്ലെങ്കിൽ നമ്മളെ വീണ്ടും വീണ്ടും ചൂഷണം ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരു കുഞ്ഞു കുട്ടിയായാലെങ്കിലും വലിയ കുട്ടിയാണെങ്കിലും നോ പറയേണ്ടടുത്ത് നോ പറയാൻ പഠിക്കുക. പിന്നെ കുട്ടികൾക്ക് നമ്മളിപ്പോ ഇതിനു മുമ്പൊക്കെ പറഞ്ഞ പോലെ തന്നെ കുട്ടികൾക്ക് ബാഡ് ടച്ചും ഗുഡ് ടച്ചും ഒക്കെ പറഞ്ഞു കൊടുക്കുക. അത് ചെറിയ പ്രായത്തിലാണെങ്കിലും കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കണം. നമ്മൾ പാരന്റ്സ് എന്തായാലും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അത്തരത്തിലാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ എന്താ അതിൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ലൈംഗിക അതിക്രമം നേരിട്ട കുട്ടികളെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാം എന്നുള്ള കാര്യമാണ്. അതിനകത്ത് ആദ്യം വരുന്നത് ശാരീരികപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ശരീരഭാഗത്ത് വേദനകൾ, അതുപോലെ ചൊറിച്ചിലുകൾ, അണുബാധ, രക്തസ്രാവം എന്നുള്ള എങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടോ എന്നുള്ളത് കുട്ടികളെ അടിക്കടി നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ എത്രയാണെങ്കിലും നമ്മൾ നമ്മുടെ വീട്ടിലെ കുട്ടികൾ സുരക്ഷിതരാണെന്ന് വിചാരിക്കുന്നിടത്ത് നമുക്ക് പലർക്കും ഇപ്പോൾ തെറ്റുപറ്റി എന്നുള്ളതിന്റെ സൂചനകളും അതുപോലെ അതിന്റെ സാക്ഷ്യങ്ങളുമാണ് ഓരോ ദിവസം ഓരോ കേസായിട്ട് നമ്മുടെ മുമ്പിലോട്ട് വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കുട്ടികൾക്ക് ശാരീരികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്നുള്ളത് മാതാപിതാക്കൾ കർശനമായിട്ട് തന്നെ നിരീക്ഷിക്കേണ്ടിയിരിക്കുന്നു അല്ലേ. എനിക്ക് തോന്നുന്നു കുഞ്ഞു കുട്ടികളിൽ അത് പെട്ടെന്ന് കണ്ടുപിടിക്കാനും വളരെയധികം ഈസിയാണ്. കാരണം കുഞ്ഞു കുട്ടികളെ കുളിപ്പിക്കുകയോ അല്ലെങ്കിൽ അവരുമായിട്ട് കൂടുതൽ ഇടപഴകുന്നത് വീട്ടുകാരെ തന്നെ ആയിരിക്കും. അപ്പോൾ കുളിപ്പിക്കുന്ന സമയങ്ങളിലൊക്കെ ആയാലും കുഞ്ഞുങ്ങളുടെ ദേഹത്ത് എന്തെങ്കിലും മുറിവോ എന്തെങ്കിലും
കാര്യങ്ങൾ കാണുകയാണെങ്കിൽ അത് ചോദ്യം ചെയ്യണം, എന്താണ് കാര്യം എന്ന് കൃത്യമായിട്ട് ചോദിച്ചറിയണം. അല്ലാത്ത സാഹചര്യത്തിൽ അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ചുകൊണ്ടിരിക്കും. ശ്രദ്ധിച്ചു വരുന്നത്. പിന്നെ ഒന്ന് നോക്കേണ്ടത് കുട്ടികൾക്ക് ഇരിക്കാനും നടക്കാനും അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പ്രകടമാക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. പിന്നെ അതുപോലെ വജൈനൽ ഡിസ്ചാർജുകൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ചെറിയ കുട്ടികളിൽ വരുന്ന മാറ്റങ്ങൾ നമ്മൾ അതീവ ശ്രദ്ധയോടുകൂടി തന്നെ നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളാണ് ഇത് പ്രകടമാക്കാൻ, ശാരീരികപരമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. അതുപോലെ സ്വകാര്യ ഭാഗങ്ങളിലും മുറിവുകൾ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതാണ് ശാരീരികമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഒരു ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് കുട്ടികളിൽ. ഇനി അവരുടെ കുഞ്ഞുങ്ങളുടെ പെരുമാറ്റങ്ങൾ, കുഞ്ഞുങ്ങൾ എന്നല്ല എല്ലാവരുടെ പെരുമാറ്റം വെച്ചിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അവർ പറയാതെ അവരുടെ പെരുമാറ്റം വെച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഭക്ഷണത്തോട് വിമുഖത കാണിക്കുക, അല്ലെങ്കിൽ ഒറ്റയ്ക്കിരിക്കാൻ എപ്പോഴും കൂടുതൽ ഇഷ്ടപ്പെടുക, മറ്റുള്ളവരുടെ സമ്പർക്കം ഒഴിവാക്കാൻ ശ്രമിക്കുക, ഒറ്റയ്ക്കിരുന്ന് കരയുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി മനസ്സിലാവും എന്തോ കാര്യമുണ്ടെന്ന്. പിന്നെ അപ്പോൾ നമുക്ക് അവരുമായിട്ട് വീണ്ടും പോയിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് വളരെ ബഹളം വെച്ച് ആ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയിട്ടല്ല, വളരെയധികം ആള് സേഫ് ആണെന്ന് തോന്നിക്കുന്ന രീതിയിൽ ആളുടെ അടുത്ത് വളരെയധികം കാമായിട്ട് പോയി സംസാരിക്കുമ്പോൾ ആള് തുറന്നു പറയാനുള്ള സാഹചര്യം വളരെയധികം കൂടുതലാണ്. അത് ഇനിയിപ്പോൾ നമ്മളുമായിട്ട് സംസാരിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ ഒരു കൗൺസിലറെയോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആ കുട്ടി എവിടെയാണോ കംഫർട്ട് സോൺ എന്ന് വിചാരിക്കുന്ന ആ ആളുമായിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് എന്താണ് ആ കുട്ടിയുടെ പ്രശ്നം എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെയാണ് കുട്ടികൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ പിന്നിയ നിലയിലൊക്കെ കാണുകയാണെങ്കിൽ അതിനെ നിസ്സാരവൽക്കരിച്ച് കാണാതെ അതിന്റെ കാരണങ്ങൾ എന്താണെന്നുള്ളത് തിരക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമ്മൾ നിസ്സാരമായിട്ട് കാണുന്ന കാര്യങ്ങളാണ് കുട്ടികളുടെ ഡ്രസ്സ് പിന്നി പോകുന്നതൊക്കെ. കളിക്കുന്ന ഇടയിൽ സംഭവിച്ചതായിരിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ജാഗ്രതയോടുകൂടി നമ്മൾ നിരീക്ഷിക്കേണ്ട കാര്യമാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെയാണ് അടിവസ്ത്രങ്ങളിലുള്ള രക്തക്കറകൾ അങ്ങനെ വല്ലതും കാണപ്പെടുകയാണെങ്കിൽ തന്നെ നമ്മൾ നല്ലൊരു എന്താ പറയുക ഡോക്ടറെയോ അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് പെട്ടെന്ന് നിർദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ സമീപിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ള കാര്യം. അതുപോലെ തന്നെയാണ് ഈ ഒരു കേസുകളിലെല്ലാം കൂടുതലായിട്ട് ഇരുട്ടിന് ഭയം ഉണ്ടായിരിക്കും അവർക്ക്. പിന്നീട് എന്തെങ്കിലും ഒരു ട്രോമ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇരുട്ടിനോടൊരു ഭയമായിരിക്കും. പിന്നീട് വേറെ ഒരു കൂട്ടം ആൾക്കാരെ കാണുമ്പോഴും അവരോടും ഒരു ഭയമായിരിക്കും. എനിക്ക് തോന്നുന്നു ഒരു ഗേൾസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പിന്നീട് ഒരു ബോയ്സിനെ കാണുമ്പോഴായിരിക്കും അവർക്കൊരു ഭയം. എല്ലാ ബോയ്സിനെയും ഒരുപോലെ പിന്നീട് കാണാൻ തുടങ്ങും. അതുകൊണ്ട് ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയിലേക്ക് മാറും. പിന്നെ ഒറ്റയ്ക്കിരിക്കാനുള്ള ഒരു പേടി, അതൊക്കെ ഈ ഒരു ഇതായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. മാനസികപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഇത്തരം പെരുമാറ്റങ്ങളിൽ നിന്നല്ല നമുക്കത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെറിയ കാര്യങ്ങളായിട്ട് ഒതുക്കി വിടരുത്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ അത് പെട്ടെന്ന് ആ കുട്ടി വല്ല ഇൻട്രോവേർട്ടായിട്ട് മാറിയതായിരിക്കും എന്നേരത്തെ നമ്മൾ തള്ളിക്കളയാതെ ആ കുട്ടിയുടെ കൂടെ നിന്നിട്ട് എന്താ കാര്യമെന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഇങ്ങോട്ട് പറയാതെ നമ്മളായിട്ട് തന്നെ അത് തിരിച്ചറിയാനുള്ള ഒരു ശ്രമം നടത്തുക. ഈ ഒരു കുട്ടിയുടെ കാര്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ കുട്ടിയുടെ കാര്യത്തിൽ ഇത്തരത്തിൽ ആരും തന്നെ അത് ശ്രദ്ധിച്ചിട്ടില്ല ഈ ഒരു 2 വർഷമായിട്ട്. അപ്പോൾ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞത് ഈ ലൈംഗികപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ട് അറിയാനുള്ള കുറച്ച് ഒരു ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ടാവും. അതായത് കുട്ടികൾക്ക് ഇത്തരത്തിൽ ഇത് നമ്മൾ അങ്ങനെ എന്താ പറയുക പീഡനത്തിനിരയായോ എന്നുള്ള പല സംശയങ്ങളുണ്ടാവും. ഇങ്ങനെയാണോ ഇങ്ങനെ അല്ലയോ എന്നുള്ള ഒരുപാട് സംശയങ്ങളുണ്ടാവും. അപ്പോൾ കുട്ടികൾ സ്വാഭാവികമായിട്ടോ അല്ലെങ്കിൽ അല്ലാതെയോ അവരുടെ പെരുമാറ്റത്തിൽ ലൈംഗികപരമായിട്ടുള്ള കുറച്ച് വിഷയങ്ങളിൽ അറിയാനുള്ള ഒരു ആഗ്രഹം അവർ പ്രകടിപ്പിക്കുന്നത് അതൊക്കെ നമ്മൾ നിരീക്ഷിക്കേണ്ടിയിരിക്കുന്നു. അതൊക്കെയാണ് ഈ പെരുമാറ്റത്തിൽ വരുന്ന ചില കാര്യങ്ങൾ. നമുക്ക് അങ്ങനെയൊക്കെ കുട്ടികളുടെ അത്തരത്തിലുള്ള പെരുമാറ്റങ്ങളിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് അല്ലേ. അതുപോലെ തന്നെ മാനസികമായിട്ട് വരുന്ന കുറച്ച് മാറ്റങ്ങളാണ് പേടി, ഉത്കണ്ഠ, ഉറക്കം അസ്വസ്ഥമാവുക, വിഷാദം, ആൾക്കാർ തൊടുമ്പോഴും വസ്ത്രം മാറുമ്പോഴും ഒക്കെ ഒരു ചെറിയൊരു ഭയം, പിന്നെ കുറ്റബോധം, പിന്നെ ആത്മഹത്യ പ്രേരണ, അതുപോലെ പഠിത്തം പുറകോട്ട് പോവുക, ബന്ധങ്ങൾ മോശമാവുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ മാനസികമായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഒരു വിഭാഗം എനിക്ക് തോന്നുന്നു ലഹരിയുടെ ഉപയോഗമൊക്കെ ഈ ഒരു സമയത്താണ് കുട്ടികൾ കൂടുതലായിട്ട് തുടങ്ങുന്നത്. കാരണം ഈ ഒരു എന്താ പറയുക മെന്റലി ഉള്ള ഒരു പ്രശ്നത്തെ ആണെങ്കിലും ശാരീരികമായിട്ടുള്ള ഒരു പ്രശ്നത്തെ ആണെങ്കിലും അതിജീവിക്കാൻ അവർ ഒരു റിലാക്സ് കിട്ടാൻ വേണ്ടിയിട്ട് പലപ്പോഴും ഈ ലഹരിയുടെ പുറകെ പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളിലാണെങ്കിലും മുതിർന്നവരിലാണെങ്കിലും ഒക്കെ തന്നെ പുറം ലോകം അറിയാതിരിക്കാനാണ് എപ്പോഴും പലപ്പോഴും നമ്മളിപ്പോൾ ഈ ഒരു പീഡന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ പുറം ലോകം അറിയാതിരിക്കാനാണ് പലപ്പോഴും എല്ലാവരും ശ്രമിക്കാറ്. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ചില സിംറ്റംസ്, അതായത് പെരുമാറ്റത്തിലാണെങ്കിലും മാനസികപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും എല്ലാം നമ്മൾ നിരീക്ഷിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത്തരം പെരുമാറ്റങ്ങളോ അല്ലെങ്കിൽ ഇത്തരം സൂചനകളൊക്കെ ലഭിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതിനനുസരിച്ചുള്ള ഒരു നിയമ നടപടിയിലേക്ക് പോകേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നമ്മളെ പിന്നെയും ഈ ഒരു ഇക്കാര്യം പറഞ്ഞ് നമ്മളെ പിന്നെയും പീഡിപ്പിക്കാനുള്ളൊരു നമ്മളൊരു ഇരയായി മാറും എന്നുള്ള കാര്യം കൂടിയുണ്ട്. പിന്നെ ഭീഷണിപ്പെടുത്തിയൊക്കെ ഇതിലോട്ട് പിന്നെയും നമ്മളെ കൊണ്ടുവരാനുള്ള സാധ്യതകളും കൂടുതലാണ്. ഈ ഭീഷണി എന്ന് പറയുന്നത് ഭീഷണിപ്പെടുത്തിയിട്ട് ഈ ഒരു ലൈംഗിക അതിക്രമം നടത്തുമ്പോൾ നമ്മൾ വിചാരിക്കും ഭീഷണിപ്പെടുത്തുകയാണ് നമ്മളെ കൊല്ലുമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ
ശരിക്കും നമ്മളല്ല അവിടെ ഭയപ്പെടേണ്ടത്, ആളാണ് ഭയപ്പെടേണ്ടത്. കാരണം നമ്മളെയാണ് അവർ ഉപദ്രവിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ അവർക്കാണ് കൂടുതലായിട്ട് കേസ് വരെയും അവരാണ് ജയിലിനകത്ത് കിടക്കാനും പോകുന്നത്. അപ്പോൾ ആ ഒരു ഭീഷണിയുടെ സ്വരത്തിൽ പറയുമ്പോൾ അതിലൊരിക്കലും തളരാതെ അല്ലെങ്കിൽ ഭയക്കാതെ അതിനെതിരെ പോരാടുകയാണ് വേണ്ടത്. ആരോടെങ്കിലും ഇക്കാര്യം ഷെയർ ചെയ്യുകയാണ് ആദ്യം വേണ്ടത്. എന്നിട്ട് നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരു നീതി ലഭിക്കുമെന്ന് ഉറപ്പാക്കുക. നീതി എന്തായാലും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കലും മടിക്കരുത് ഈ ഒരു കാര്യങ്ങളൊന്നും. ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, കുട്ടികൾ ഇത്തരത്തിൽ എന്തെങ്കിലും നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും സിംറ്റംസ് കാണിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റത്തിലുള്ള മാറ്റങ്ങളൊക്കെ കാണിക്കുകയാണെങ്കിൽ നമ്മൾ അവരെ ആദ്യം അവർ പറയുന്ന കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ അവരെ കുറച്ചു നേരം ഇരുത്തി സംസാരിക്കുക, അവർ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുക. അതായത് വിശ്വസിക്കുന്നുണ്ടെന്ന് കുട്ടിക്ക് ഇത് മനസ്സിലാവണം. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം നല്ലൊരു വൈദ്യ പരിശോധന കുട്ടിക്ക് കൊടുക്കേണ്ടതാണ്. പിന്നെ അതിനുശേഷം മാത്രമാണ് നമ്മളൊരു കംപ്ലൈന്റ് എന്നുള്ള രീതിയിലോട്ട് മുമ്പോട്ട് പോകുന്നത്. അതിനും ഇനിയിപ്പോൾ നമ്മളിപ്പോൾ പൊതുവെ പറയുന്ന കാര്യമാണ്, ഒരു നിയമ നടപടി സ്വീകരിച്ചിട്ടും എന്താണ് ഉപകാരം, അല്ലെങ്കിൽ നമ്മുടെ കുട്ടിക്കല്ലേ നഷ്ടപ്പെട്ടത്, ഇനിയിപ്പോൾ അത് പുറം ലോകം അറിഞ്ഞ് കൂടുതൽ നാണക്കേടിലേക്ക് പോവുക എന്നുള്ള സാഹചര്യമൊക്കെ നോക്കുകയാണെങ്കിലും നമ്മൾ കൃത്യമായൊരു വൈദ്യപരിശോധന കുട്ടിക്ക് ലഭിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനുശേഷം നമ്മൾ ആരാണ് ഈ ഒരു കുട്ടിയെ ഇത്തരത്തിൽ ഉപദ്രവിച്ചിട്ടുള്ളത് ആ ആളെ നമ്മൾ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ടതാണ്. അല്ലാത്ത പക്ഷം നമുക്ക് പല രീതിയിലും അദ്ദേഹത്തെ നമുക്ക് ഈ ഒരു കുട്ടിയിൽ നിന്ന് രക്ഷിക്കാൻ പറ്റും എന്നുള്ള കാര്യം കൂടിയുണ്ട് അല്ലേ? അതെ. അല്ലെങ്കിൽ നമ്മൾ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ അല്ലെങ്കിൽ ഇത് എല്ലാം ഒതുക്കി വെക്കാം, ഇതോടെ കഴിഞ്ഞു എന്ന് വിചാരിച്ച് പോകുമ്പോൾ ആളാണ് ശരിക്കും രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആൾ ഇത്തരത്തിൽ ഒരുപാട് പേരെ ചൂഷണം ചെയ്യാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്കെതിരെ നല്ല രീതിയിൽ ശക്തമായി പോരാടുകയാണ് ആദ്യം വേണ്ടത്. അതിന് വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക. ഇത്തരത്തിലുള്ള സിംറ്റംസ് വീട്ടുകാരിലോ നാട്ടുകാരിലോ ആരെങ്കിലും കുഞ്ഞുകുട്ടികളിലോ ആരെങ്കിലും കാണുകയാണെങ്കിൽ അത് അവഗണിക്കാതെ അവർക്കൊരു കംഫർട്ട് സോൺ ഉണ്ടാക്കി കൊടുത്ത് അവരുമായിട്ട് ഷെയർ ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കിയെടുക്കുക.